നമ്മളൊരു യാത്ര ഇറങ്ങിയാണ്. അപ്പോൾ കുറച്ച് പള്ളിയിലൊക്കെ പോകാനാണ് ഇന്നത്തെ പരിപാടി. നമ്മൾ വെട്ടുകാട് പള്ളിയിലാണ് വന്നത്. അപ്പോൾ നമ്മൾ ഇടത്തോലി പോകാനുള്ള പരിപാടിയാണ്. അപ്പം ഉടനെ പോണ വീഡിയോ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത ട്രാവലർ. ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. അത് കുറച്ച് പേരുണ്ട്. അങ്ങനെ നമ്മൾ വെട്ടുകാടാണ് ആദ്യം വന്നേക്കുന്നത്. എൻ്റെ വീഡിയോ കാണുന്നവരാരും അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മളെല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി. ഇത് പഴയ പള്ളി പൊളിച്ച് മാറ്റിയതിന് ശേഷം പണിഞ്ഞേക്കുന്ന പള്ളിയാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ കുരിശടി എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് വന്നതിനൊന്ന് വലിയ തിരക്കൊന്നുമില്ല. ഉത്സവത്തിനൊക്കെ പറഞ്ഞാൽ നല്ല തിരക്കാണ്. ഇതാണ് ഈ നഖഭാഗം വരുന്നത്. എനിക്ക് ഈ പള്ളിയിൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഗിൾ ഭാഗമാണ് കേട്ടോ. ഈ റൗണ്ട് ചെയ്ത് വന്നിട്ട് സെറ്റ് പണിയാണിത്. നല്ല രസമാണത് കാണാൻ വേണ്ടി. എല്ലാം തടിയിലാണ് പണിതേക്കണത്. എല്ലാം പൊളിയാണത് കാണാൻ. ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കാം. സൂം ചെയ്യുമ്പോൾ ജസ്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. വലിയ ക്ലിയർ ഇല്ല. അകത്ത് നല്ല വെളിച്ചം നല്ല കിട്ടുന്നുണ്ട്. ആളുകൾ കയറി തുടങ്ങി. അങ്ങനെ നമ്മൾ വെട്ടുകാടെല്ലാം കണ്ടു കഴിഞ്ഞ് വണ്ടിയിലോട്ട് പോകാൻ. ഒമ്പതരയപ്പോൾ എല്ലാവർക്കും വിശന്നു തുടങ്ങി. വേളിയുടെ അടുത്തോട്ട് ചേർന്ന ഒരു പള്ളിയിലാണ് നമ്മൾ കഴിക്കാറിറങ്ങിയത്. ഇവിടെ കടലോട് ചേർന്നാണ് ഈ പള്ളി വരുന്നത്. പിന്നെ നമ്മളെല്ലാവരും കഴിച്ചതിന് ശേഷം പോകാനുള്ള പരിപാടിയാണ്. പിന്നെ ബസ്സിൽ കയറി തുടങ്ങി എല്ലാവരും. ഹൈവേയുടെ ഭാഗത്തൊരു നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ പിന്നെ അവിടെ ചവിട്ടി. പിന്നെ കഴിക്കാൻ വേണ്ടിയിരുന്നു. പിന്നെ എല്ലാവരും ഷെയർ ചെയ്ത് അങ്ങോട്ട് കഴിച്ചു. പിന്നെ അടുത്ത പോട്ടുള്ള യാത്ര തുടങ്ങാൻ പോകുന്നു. ആലപ്പുഴ ജില്ലയിലെ കൃപാസനം എന്ന് പറയുന്ന പള്ളി. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം തിരക്കുള്ള ഒരു പള്ളിയാണ്. ഭാഗത്തോട്ട് പോകുമ്പോൾ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ നമ്മളിവിടെ കഴിഞ്ഞിറങ്ങി. അടുത്ത ഇടത്തോലോട്ടുള്ള യാത്രയാണ്. ഇനി അവിടെ എത്തിയിട്ട് വീഡിയോ കാണാം. നമ്മളങ്ങനെ ഇടത്തോ എത്തിയിട്ടുണ്ട്. ഇടത്തോ പള്ളിയിൽ വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എന്ന് വെച്ചാൽ ഉത്സവ സമയമാണ്. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്ന് കായലിൽ ഒരു കുളി കുളിച്ച് നേരെ പള്ളിയിലേക്ക് വന്നു. അപ്പോഴും നമ്മളിപ്പോൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ഇനി നമ്മൾ അകത്തേക്ക് കയറാൻ പോകുന്നു എല്ലാവരും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ ഒരു സൈഡിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് പള്ളിയിലേക്ക് പോവുകയാണ്. ഈ കാണുന്ന ആളുകളെല്ലാം ക്യൂ നിൽക്കുന്നത് പ്രസാദം വാങ്ങിക്കാനാണ്. ഇവിടുത്തെ പ്രസാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലുപ്പും കുരുമുളകുമാണ്. ഈ പ്രാവശ്യം ചെറിയൊരു വ്യത്യാസമുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് അരിയൊക്കെ കിട്ടുന്നുണ്ട്. അരിയും പൊരിയൊക്കെ ഉണ്ട്. ഞാൻ അത് കാണിച്ചു തരാം. നല്ല തിരക്കുണ്ട്. അങ്ങോട്ടോട്ട് നീങ്ങുന്നില്ല. നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഒരു അരമണിക്കൂർ കൊണ്ട് ഇങ്ങനെ ക്യൂ നിൽപ്പുണ്ട്. പതുക്കെ നീങ്ങുന്നുള്ളൂ. നമ്മൾ ഏകദേശം അടുത്തെത്താറായി. എല്ലാവരും ഇവിടെ നല്ല വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുന്ന വെച്ചാൽ അടുത്തെത്തിയിട്ട് പ്രതിഷ്ഠ കാണിച്ചു തരാനാണ്. അങ്ങനെ അടുത്തെത്തിയിട്ട് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ തിരുരൂപം. നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പ്രസാദം കൊടുക്കുന്നിടത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രസാദം വാങ്ങിക്കുന്നത് കാണിച്ചു തരാം. എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് ഈ പ്രാവശ്യം. ആദ്യം കിട്ടുന്ന കുറച്ച് പൊരിയാണ്. അപ്പോൾ ഞാനും കുറച്ച് പൊരി വാങ്ങിക്കട്ടെ. അങ്ങനെ പൊരി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കല്ലുപ്പും കുരുമുളക് രണ്ടും തന്നെ ഉള്ളത്. പിന്നെ ഒരു പേപ്പറിലോട്ടാക്കട്ടെ. പേപ്പറിലോട്ടാക്കിയിട്ട് അങ്ങനെ നമ്മൾ പേപ്പറിലോട്ടാക്കി. ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഒരു വലിയൊരു ഏരിയ തന്നെയുണ്ട്. ഇനി നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ കടയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ സാധനങ്ങളൊക്കെ ചെറിയ വിലക്കുറവാണ്. ഈ ക്വാളിറ്റി കുറവായാലും കുഴപ്പമില്ല. കഴിക്കേണ്ട സാധനങ്ങളായാലും എല്ലാം ഉണ്ട്. പക്ഷേ എല്ലാം കൊച്ചു കടകളാണ്. എല്ലാം സൗകര്യമുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. എല്ലാ ഐറ്റം സാധനം ഇവിടെ തന്നെ ഉണ്ട്.
കഴിക്കേണ്ടതായാലും എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഞാൻ എല്ലാം ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. പല പല കളറിലുള്ള കുറേ ഐറ്റങ്ങളുണ്ട്. ഇതാ ഇവിടെ വെറൈറ്റി കുറേ മുറുക്കിരിപ്പുണ്ട്. പല പല ഐറ്റം മൊബൈൽ കവറുകൾ ഇവിടെ ഉണ്ട്. സ്ക്രീൻ കവർ ഇവിടെ ഒട്ടിക്കാം. സ്ക്രീൻ കവറൊക്കെ 100 രൂപയേ ഉള്ളൂ. ഞാനൊരു സ്ക്രീൻ കവർ ഒട്ടിച്ചു, ഒരു കവറും മേടിച്ചു. ഇവിടെ മൊത്തം ലേഡീസിൻ്റെ ഐറ്റമാണ്. എല്ലാ ഐറ്റം ഇവിടെ ഉണ്ട്. കുറച്ച് വില കുറവാണ്. 20 രൂപ, 10 രൂപ, 30 രൂപയ്ക്കകത്തേ ഉള്ളൂ. ആ കണക്കിനുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. നടന്ന് കാണാനാണെങ്കിൽ കുറേ ഏരിയ ഉണ്ട്, കുറേ കടയുണ്ട്. വെള്ളം കുടിക്കാനും എല്ലാം മൊത്തം സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ പല തരത്തിലുള്ള കത്തികളും ഇവിടെ ഉണ്ട്. ഞങ്ങൾ നമ്മൾ വീട്ടിലത്തേക്ക് ആവശ്യത്തിനൊരു കത്തി നോക്കിയായിരുന്നു. പിന്നെ വരുന്നത് ചെരുപ്പ് കട. പല പല ഐറ്റം ചെരുപ്പുകളുണ്ട്. വില കുറവാണ്. 100, 200, 150 ആ കണക്കിനൊക്കെയാണ് എല്ലാം വരുന്നത്. പിള്ളേർ സെറ്റ് ചെരുപ്പുണ്ട് 100, 150 രൂപയ്ക്ക്. ഇതൊക്കെ കൊള്ളാം. ഇതിലൊരു ഇഷ്ടപ്പെട്ടൊരു കളറുണ്ട്. ഒരു വെറൈറ്റി ചെരുപ്പ് ഇവിടെ കിടപ്പുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങി ഞാൻ അടുത്ത കടയിലോട്ട് പോകും. ഇങ്ങനെ നമ്മൾ ഓട്സ് എല്ലാം കണ്ടിങ്ങനെ പോയി കുറച്ച് സാധനം വാങ്ങിച്ചു. പല ഐറ്റം ചീപ്പിരിപ്പുണ്ട്. എല്ലാം വെറൈറ്റി സാധനങ്ങൾ. വിവിധ കളക്ഷനുകൾ ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇടത്തോലത്തെ യാത്ര കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ എല്ലാവരും തിരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം.